أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു തീൻ ആയത് നമ്പർ 1 മുതൽ 4 വരെ. അർത്ഥം: പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അത്തിയും ഒലീവും കൊണ്ട് സത്യം, സീനായ മലയെ കൊണ്ട് സത്യം, നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ടും സത്യം. ഈ ആയത്തുകളുടെ വിശദീകരണം തഫ്സീറെ കബീർ അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുൻപോട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: ഇനി നാം തഫ്സീർ ഇബ്നു കസീറിനെ നോക്കാം. അതിൽ എഴുതിയിട്ടുള്ളത് ഖുർത്തുബിയുടെ പരാമർശനം ഈ വാക്കുകൾ കൊണ്ട്, അതായത് വത്തീൻ വസ്സൈത്തൂൻ എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഹാബെ കഹ്ഫിൻ്റെ പള്ളിയാണ് എന്നാണ്. ഔഫി ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്നത്, ഇവിടെ ഇതുകൊണ്ട് തീൻ വസ്സൈത്തൂൻ എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ജിദ് നൂഹ്. മസ്ജിദ് നൂഹ് എന്ന് വെച്ചാൽ എവിടെയാണോ കൊടും പ്രളയത്തിനു ശേഷം ഹസ്രത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേടകം നിന്നിട്ടുണ്ടായിരുന്നുവോ ആ ജ്യോതി പർവ്വതത്തിലെ പള്ളിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. മറ്റു ചില ഇമാമിങ്ങൾ പറയുന്നത് ഈ തീൻ എന്ന പദം കൊണ്ട് അള്ളാഹു തൻ്റെ വലിമാരും ശരീഅത്ത് പ്രവാചകന്മാരെയും അയക്കപ്പെട്ട സുപ്രധാന സ്ഥലങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചിലർ പറയുന്നത് അതിൽ നബി ഇറക്കപ്പെട്ട സ്ഥലം തീൻ വസ്സൈത്തൂൻ, അത്തിപ്പഴവും ഒലീവുമുള്ള സ്ഥലം ബൈത്തുൽ മുഖദ്ദസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നു. അതുപോലെ അള്ളാഹു ഹസ്രത്ത് മസീഹ് ഇബ്നു മറിയമിനെ ഇറക്കിയ സ്ഥലമാണെന്നും പറയുന്നു. എന്നാൽ ചില ഇമാമിങ്ങൾ തീൻ എന്ന വാക്കിനെ കുറിച്ചു മാത്രം പറയുന്നത് ഇത് മാത്രം ബൈത്തുൽ മുഖദ്ദസിനെ ഉദ്ദേശിക്കുന്നതാണെന്നാണ്. എന്നാൽ മറ്റു ചിലർ വത്തീൻ വസ്സൈത്തൂൻ ഈ രണ്ടു പദങ്ങളെ കൊണ്ടും ബൈത്തുൽ മുഖദ്ദസാണ് ഉദ്ദേശിക്കുന്നതെന്നും പറയപ്പെടുന്നു. അതുപോലെ മറ്റൊരു സ്ഥലത്ത് വത്തൂരി സീനീൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൂർ പർവ്വതത്തെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു ഹസ്രത്ത് മൂസ ഇബ്നു ഇമ്രാനിനോട് സംസാരിച്ച ആ പർവ്വതമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ബലദുൽ അമീൻ, ഇത് മക്ക എന്നാണെന്നും പറയുന്നു. ബലദുൽ അമീൻ, നിർഭയമായ ആ പട്ടണം, എവിടെയാണോ പ്രവേശിക്കുന്നതിലൂടെ മനുഷ്യന് സമാധാനം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്, അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട സ്ഥലം, ഇറക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലമെന്ന രീതിയിൽ മക്കയെയാണ് ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നു. ഇതിനുശേഷം ഇബ്നു കസീർ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നത്, അതായത് ചില മുഫസ്സിരീന്മാർ നൽകുന്ന ഈ അർത്ഥങ്ങൾ, അതായത് തീൻ വസ്സൈത്തൂൻ എന്നതുകൊണ്ട് പ്രത്യേകമായി ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സ്ഥലമായ ബൈത്തുൽ മുഖദ്ദസും, അതുപോലെ തൂരി സീനീൻ എന്നതുകൊണ്ട് അള്ളാഹു ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംഭാഷണം നിർവഹിച്ച സ്ഥലം, അതുപോലെ ബലദുൽ അമീൻ എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെട്ട മക്കയും എന്നുമുള്ള ഈ 3 സ്ഥലങ്ങളെക്കുറിച്ചും
യഥാർത്ഥത്തിൽ തൗറാത്തിൻ്റെ അവസാനത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ആ പരാമർശിക്കപ്പെട്ട സ്ഥലത്തെ രേഖപ്പെടുത്തിയതിന് ശേഷം മുൻപോട്ട് പറയുന്നു, ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട പ്രവചനം അടങ്ങിയിട്ടുള്ള ഈ ഭാഗം. ഹുദൂർ പറയുന്നു, എൻ്റെ അടുക്കൽ മുഫസ്സിരീന്മാർ ആദ്യമായിട്ടാണ് ബൈബിളിൽ നിന്ന് ഒരു ശരിയായ രീതിയിലുള്ള ഭാഗം എടുത്തു കാണിക്കുന്നത്. ഏതൊന്നിലാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനമുള്ള ഈ ഒരു ഭാഗം. ഹുദൂർ പറയുന്നു, മുഫസ്സിരീന്മാർ അധികവും അവർ ബൈബിളിൽ നിന്ന് വല്ല തെളിവുകൾ എടുക്കുകയാണെങ്കിൽ അത് തെറ്റാവുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇനി അത് ശരിയാവുകയാണെങ്കിലും അവർ ഉദ്ദേശിച്ച അതേ രീതിയിൽ ആവാറില്ല. ഇത് ആദ്യമായിട്ടാണ് മുഫസ്സിരീന്മാർ ശരിയായ രീതിയിൽ ഈ ഒരു കാര്യത്തെ, ബൈബിളിൽ നിന്ന് ഒരു ഭാഗത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലെ ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലി ഇന്നക ഹമീദും മജീദ്. ജസാക്കുമുല്ലാഹ്.